മണൽ ലോഡ് കണക്ക്. എടാ പരിമള ഇവിടുന്ന് ലോഡ് കണക്കിനുള്ള മണൽ കയറിപ്പോയിട്ട് അതനുസരിച്ചുള്ള ഷെയർ നമുക്ക് വരുന്നില്ലല്ലോടാ. சார் நீங்கள் தைரியமாக இருங்க சார். நான் அந்த கோசி பையன் சாடி செத்ததில் சந்தோஷமாயிட்டு இருக்கு. கணக்கெல்லாம் அப்புறம் பேசலாம் സാർ അയാൾക്ക് ബോധം വന്നു. ഓ ബോധോദയം വന്നാൽ മതിയായിരുന്നു. അതാ താൻ എത്ര കൊണ്ടാലും പഠിക്കില്ല അല്ലേ? ഓ ഇനിയെങ്കിലും ഞാൻ പറയുന്നത് താൻ മനസ്സിലാക്കി. താൻ സമ്മതിച്ചാലില്ലെങ്കിലും പൂനെയിൽ നിന്ന് ഞങ്ങൾ ജിയോളജിസ്റ്റുകളെ വരുത്തും. ഈ ഡാം പൂട്ടിച്ചിരിക്കും. പിന്നെ താൻ ഈ ഉപദ്രവം സഹിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്നെ എന്തൊക്കെ ചെയ്താലും കൊന്നാലും ജനങ്ങൾക്ക് കറണ്ടും വെളിച്ചവും കിട്ടേണ്ട ഡാം ഉപേക്ഷിക്കാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഓ ഈ ഡാം നിന്റെ അപ്പന് ശ്രീധരൻ കിട്ടിയതാണോ പന്നെ കഴിവറ മോനെ. പരിമളം ജോണി സാർ ഇത് അവനാ ആ കോശി. കോശിയ അവൻ ചത്തില്ലേ? പിടിക്കണ പിറ്റേന്ന് പകൽ മുഴുവൻ എനിക്ക് അവരെ ഒളിച്ചു കഴിയേണ്ടി വന്നു. രാത്രി ചേട്ടായിയെ കാണാൻ ഞാൻ ഡാമിൽ വന്നപ്പോൾ ചേട്ടായി 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 തനിച്ചൊന്ന് കാണാൻ കുറേ ദിവസമായിട്ട് ഞാൻ പാത്തും പതുങ്ങി നടക്കുക. ചേട്ടാ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിക്കണം. എൻ്റെ വീടിന് ചുറ്റും അവരുടെ കണ്ണുണ്ടാവും. നീ വീട്ടിലേക്ക് വിളിക്കുന്നത് പോലും റിസ്ക്കാ. എവിടെയാ വർഗീസ് സാറിന് അവര്? വർഗീസ് സാറിനെ ഉരുളപൊട്ടലെന്നൊക്കെ പറഞ്ഞത് വെള്ളം ചേർക്കാത്ത നുണകളായിരുന്നു. വർഗീസ് സാറിനെ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലാക്കാൻ പറ്റും. ഡാമിനെ രക്ഷിക്കാൻ പറ്റും. ആരും കണ്ടില്ലല്ലോ. ഏയ് എന്തായത്? മരിക്കുന്നതിന് മുമ്പ് മമ്മി പറയാറുണ്ട്, ഈ ലോകത്തോട് മുഴുവൻ യുദ്ധം ചെയ്യുമ്പോൾ ഒരു മകളുണ്ടെന്ന് ഓർക്കണമെന്ന്. അപ്പോ അവൾ എന്റെ മോളെന്ന പപ്പ പറയാറ്. പക്ഷെ പപ്പ ഇല്ലാണ്ടായ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? വർഗീസ് സാറിന് എന്തെങ്കിലും ചെയ്യാനായിരുന്നെങ്കിൽ കൈ കെട്ടിയപ്പോഴോ ചെയ്തേനെ. സാർ അവർക്ക് വഴങ്ങാതെ വന്നാൽ ജനിയെ കൊണ്ട് നിർത്തി അവർ ഭീഷണിപ്പെടുത്താൻ നോക്കും. അതൊഴിവാക്കാനാ. പിന്നെ തൽക്കാലം കമ്പ്യൂട്ടറും ഫോണും ഒന്നും ഓൺ ചെയ്യണ്ട, അവർ ട്രേസ് ചെയ്തേക്കും. പിന്നെ വർഗീസ് സാറിൻ്റെ കാര്യം അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനൊരു പട്ടാളക്കാരനാ. ഒരു മിനിറ്റ്, കുട്ടി വിഷമിക്കണ്ട, വന്നേ നടന്നേ. എന്താണ് ചേട്ടാ എന്നതാ ഈ പറയുന്നത്? ഈ വർഗീസ് സാറിന്റെ പുറകെ ചുറ്റിത്തിരുന്ന് തല പോകുന്ന കേസാ. നമുക്ക് എത്ര വേഗം ഇതിൻ്റെ അത് തടി തപ്പാം, ഇല്ലെങ്കിൽ ലൈഫ് കോഞ്ഞാട്ടാവേ. എടാ, ഒരാളൊരു ആപത്തിൽപ്പെട്ടിരിക്കുമ്പോഴാണോ ഒരു ഡാം ഇവിടെ? അല്ല, നിനക്കൊക്കെ ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്നൊന്നില്ലേ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലേ, അതൊക്കെ ഉണ്ട്. ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂന് ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ മെറൈൻ ഡ്രൈവിൽ പോയി മെഴുകുതിരിയൊക്കെ കത്തിച്ചതാ. പക്ഷെ നമ്മുടെ തടി കേടാവുന്ന ഒരു പരിപാടിക്ക് നിൽക്കരുത്, അത് കുഴപ്പമാ. നീയും കൊള്ളാം, നിന്റെ ഫ്രണ്ട്സും കൊള്ളാം. അപ്പൊ അപകടമാണെന്ന് അറിഞ്ഞിട്ട് നിന്നെ ഞാനിവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതിപ്പോ ജനി, ഞങ്ങളിവിടെ സാറിനെ ഇങ്ങനെ പുറത്തു കൊണ്ടുവരാന്ന് ആലോചിക്കായിരുന്നു.
അല്ല ചേട്ടായി, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു ചാക്കോയും നരേന്ദ്രൻ മാത്രം വിചാരിച്ച ഡാം ഉപേക്ഷിക്കലും അതൊന്നും നടക്കില്ല. അതിന്റെ പിന്നിൽ വേറെ ആരൊക്കെയുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിച്ചാൽ വർഗീസ് സാറിനെ രക്ഷപ്പെടുത്താൻ പറ്റും. അതൊക്കെ ഞാൻ ചെയ്തോളാം. ദയവ് ചെയ്ത് എടുത്തു ചാടി അബദ്ധമൊന്നും കാണിക്കരുത്. പപ്പ ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയൂ. ഇവിടുത്തെ CI 1-2 തവണ പപ്പയെ കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അയാള് നമ്മളെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഓ, പട്ടാളത്തേക്കാൾ വലുതൊന്നുമല്ലോ പോലീസ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട്. പ്രേത അതാ മേടിച്ചു പോയത്. CI ഇപ്പൊ കാണാം അല്ലേ? CI സാർ ഗസ്റ്റ് ഉണ്ട്, പുറത്തിരുന്നോ. പ്രിയപ്പെട്ട വെള്ളിമല നിവാസികളെ, വെള്ളിമല ഡാം ഉപേക്ഷിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വെള്ളിമല നിവാസികളുടെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് രക്തസാക്ഷി മണ്ഡപത്തിന് സമീപമുള്ള സമരപന്തലിൽ വെച്ച് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കിറ്റി സാർ നിർവഹിക്കുന്നതാണ്. എല്ലാവരും കൂടിച്ചേർന്ന് എന്റെ വണ്ടി പോവാ. പൂനെയിൽ കിടക്കുന്ന ഭൗമശാസ്ത്രജ്ഞന്മാർക്ക് നമ്മുടെ മലയെക്കുറിച്ച് എന്തറിയാനാണ്? തിടുക്കത്തിൽ അവരെ ഇവിടെ വരുത്തിയതിലും പരിസ്ഥിതി പ്രശ്നം പൊക്കിക്കൊണ്ടുവന്നതിലും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വർഗീസിന്റെ നേതൃത്വത്തിൽ അതിശക്തമായ ഗൂഢാലോചനയാണ് നടന്നിരിക്കുന്നത്. ഇത്ര ഗുരുതരമായ ഒരു പ്രശ്നം ഇവിടെ നടക്കുമ്പോൾ ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്തിന് ഡൽഹിയിൽ പോയി കിടക്കണം? കഴിഞ്ഞ 10 വർഷമായി ഈ പഞ്ചായത്ത് ഭരിക്കുന്ന പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അല്ല, സുഖമില്ലേ? സമരത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്നുണ്ട്. പക്ഷേ ശരീരം നിന്ന് തരണ്ടേ? ആരാ നമ്മുടെ ഡാമില്ലാതാക്കാൻ നോക്കുന്നത്? നിന്റെ അച്ഛൻ കൃഷ്ണൻ ജീവൻ കൊടുത്തുണ്ടാക്കിയതാ. ഞങ്ങളൊക്കെ ഒരുപാട് കല്ലും മണ്ണും ചുമന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ ജീവിത ഈ കാണുന്നത്. ഇത് വെള്ളിമലക്കാരുടെ ഡാമാ, ഉപേക്ഷിക്കാൻ സമ്മതിക്കരുത്.